കേരളത്തിൻ്റെ കാർഷിക രംഗത്ത് സമഗ്ര മുന്നേറ്റത്തിനുതകുന്ന പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ബജറ്റ്. ഉൽപാദന വർധനവ് ലക്ഷ്യമിട്ട് കേന്ദ്രം പ്രത്യേക പരിഗണന നൽകുന്ന വിളകൾ കേരളത്തിൻ്റെ തനത് കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗം. നാളികേരം, കശുവണ്ടി, കൊക്കോ, ചന്ദനം എന്നീ വിളകൾക്കാണ് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചത്. കൃഷിയിടത്തിന്റെ അളവിനെ അപേക്ഷിച്ച് ഉയർന്ന വരുമാനം നൽകുന്ന കാർഷിക ഇനങ്ങളുടെ ഉൽപ്പാദന, വിപണന, കയറ്റുമതി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പ്രത്യേക പരിഗണന നൽകിയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഉൽപ്പാദന വർധനവ് ലക്ഷ്യമിടുന്നതായി ബജറ്റ് പ്രഖ്യാപനത്തിൽ എടുത്തു പറയുന്ന വിളകളെല്ലാം തന്നെ കേരളത്തിന്റെ തനത് കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമാണെന്നതാണ് സംസ്ഥാനത്തിന് അവസരങ്ങൾ തുറന്നു നൽകുന്നത്. ഹൈ വാല്യൂ അഗ്രികൾച്ചർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് നാളികേരം, കശുവണ്ടി, കൊക്കോ, ചന്ദനം എന്നിവയ്ക്കായി പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചത്. High value agriculture to diversify farm outputs, increase productivity, enhance farmers' incomes and create new employment opportunities. We will support high value crops such as coconut, sandalwood, cocoa, cashew in the coastal areas, agar trees in northeast and nuts such as almonds, walnuts and pine nuts in our hilly regions. These all of them will be supported. കേന്ദ്രം പ്രഖ്യാപിച്ച കോക്കനട്ട് പ്രൊമോഷൻ സ്കീം നാളികേരം വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് സഹായകരമാകും. ഉത്പാദനക്ഷമത കുറഞ്ഞതും രോഗബാധിതവുമായ തെങ്ങുകൾക്ക് പകരം ക്ഷമത കൂടിയ തൈകളും ഇനങ്ങളും വിതരണം ചെയ്യാനുള്ള പദ്ധതി പ്രാവർത്തികമായാൽ കേരളത്തിലെ നാളികേര കൃഷിയുടെ നിലവിലത്തെ അവസ്ഥയ്ക്കും പരിഹാരമാകും. India is the world's largest producer of coconuts. About 30 million people, including nearly 10 million farmers, depend on coconuts for their livelihood. To further enhance competitiveness in coconut production, I propose a coconut promotion scheme to increase production and enhance productivity through various interventions. ഇന്ത്യൻ കശുവണ്ടിയും കൊക്കോയും 2030 ആഗോള പ്രീമിയം ബ്രാൻഡുകളായി മാറ്റിയെടുക്കുമെന്നതാണ് മറ്റൊരു പ്രഖ്യാപനം. കശുവണ്ടിയുടെയും കൊക്കോയുടെയും ഇറക്കുമതി കുറയ്ക്കുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. A dedicated program is proposed for Indian cashew and cocoa to make India self-reliant in raw cashew and coconut production and processing, enhance export competitiveness and transform Indian cashew and Indian cocoa into premium global brands. തകർച്ച നേരിടുന്ന കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ കശുവണ്ടി വ്യവസായത്തിന് പുതുജീവൻ പകരാൻ പദ്ധതി സഹായകമാകും. കേരളത്തിന്റെ മലയോര മേഖലകളിൽ കാര്യമായ സർക്കാർ പിന്തുണയില്ലാതെ നടന്നുപോകുന്ന കൊക്കോ കൃഷിയെ ഒരു കയറ്റുമതി വിളയുന്ന സാഹചര്യത്തിലേക്ക് കൈപിടിച്ചുയർത്താമെന്ന പ്രതീക്ഷയും പ്രഖ്യാപനം നൽകുന്നു. വിവിധ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് ചന്ദനകൃഷിയുടെയും വ്യവസായത്തിൻ്റെയും ഗരിമ തിരികെ പിടിക്കുമെന്ന പ്രഖ്യാപനവും വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ തലവര തന്നെ മാറ്റിമറിക്കും. ന്യൂസ് ഡെസ്ക്, ജനം.